ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയുടെ അച്ഛൻ എല്ലാ പ്രതിമകളും ഷോപ്പിൽ കൊണ്ടുപോയി വച്ചതിന് ശേഷം എല്ലാ പ്രതിമകളും ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും വർക്ക് മറന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന നേരത്ത് ആണ് അബിയുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടകൾ അവിടെ എത്തുന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഏത് രീതിയിലുള്ള പ്രതിമകളാണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രതിമകൾ തന്നെ വേണം എന്ന് പറയണേ. അയ്യോ, അത് തരാൻ പറ്റില്ല, അത് ഓർഡർ എടുത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് നയനയുടെ അച്ഛൻ പറയാണ് കേട്ടോ. നിങ്ങളിത് ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങളിത് എടുത്തോണ്ട് പോവും, ഞങ്ങളെ ശരിക്കും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ കേട്ടോ ഗുണ്ടകൾ. നിങ്ങൾ ആരായാലും ഞാൻ ഈ പ്രതിമകളൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ, ഓഹോ അങ്ങനെയാണോ, എന്നാൽ ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നയനയുടെ അച്ഛനിട്ട് നന്നായിട്ട് അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേർ നയനയുടെ അച്ഛനെ പിടിച്ചു വെച്ചിട്ട് മറ്റുള്ളവർ വണ്ടിയിൽ പ്രതിമകൾ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. നയനയുടെ അച്ഛൻ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാൾക്കൊന്നും ചെയ്യാനേ പറ്റുന്നില്ലേ. എല്ലാ പ്രതിമകളെയും കയറ്റിയിട്ട് ഗുണ്ടകൾ അവിടുന്ന് സ്ഥലം വിടാണ് കേട്ടോ ചെയ്യുന്നത്. നയനയുടെ വീട്ടിലാണെങ്കിൽ വർക്കെല്ലാം സക്സസ് ആയല്ലോ എന്നുള്ള സന്തോഷത്തെ എല്ലാവരും കൂടി ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഒരു കുട്ടി ഓടി വന്നിട്ട് ഷോപ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദർശിനോട്. അപ്പോൾ എല്ലാവരും ഞെട്ടാണേ. അങ്ങനെ എല്ലാവരും കൂടി ഷോപ്പിൽ പോയി നോക്കുന്ന സമയത്ത് നയനയുടെ അച്ഛന് ബോധമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി വെള്ളമൊക്കെ തളിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അയാൾക്ക് ബോധം വന്നതും എല്ലാം പോയി, ദൈവങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന് പറഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അച്ഛാ വന്നേ, ഹോസ്പിറ്റലിൽ പോകാമെന്ന് നയന പറയുമ്പോൾ ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല എന്ന് പറയുകയാണേ. അപ്പോൾ തന്നെ ആദർശ് പറയുന്നുണ്ട്, ഇപ്പോൾ അച്ഛന് നല്ല ട്രീറ്റ്മെൻറ്റ് ആണ് ആവശ്യം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം തന്നെ പോയി, ഇനി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല മോനെ എന്ന് പറയാൻ കേട്ടോ. പ്രതിമകളൊക്കെ ആരും എടുത്തുകൊണ്ട് പോയി എന്ന് ആദർശ് ചോദിക്കുമ്പോൾ അറിയില്ല മോനെ, കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് മൊത്തം പ്രതിമകളും എടുത്തുകൊണ്ട് പോയി. അവരോട് ഞാൻ കാല് പിടിക്കുന്ന പോലെ പറഞ്ഞു, അവരൊന്നും അത് കേൾക്കാൻ കൂട്ടാക്കിയതേ ഇല്ല എന്ന് പറയണേ. ഞാൻ കാരണം ഈ 4 പെണ്ണുങ്ങളും കഷ്ടപ്പെടുകയാണ്, എല്ലാം സംഭവിക്കാൻ കാരണം ഞാനാണ്. ഞാൻ എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വീട്ടിയിട്ട് നന്ദുവിൻ്റെ കല്യാണം വരെ തീരുമാനിച്ചു വെച്ചതായിരുന്നു. ഇനി മൂർത്തി സാറിൻ്റെ അടുത്ത് ഞാൻ എന്ത് പറയും, എല്ലാം പോയില്ലേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കരച്ചിലാണ് കേട്ടോ. അച്ഛൻ കരയുന്നത് കണ്ടിട്ട് മക്കളെല്ലാവരും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നന്ദു പറയുന്നുണ്ട്, അച്ഛാ കരയല്ലേ, നമ്മളൊന്നും കാരണമല്ലല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ആ പ്രതിമകൾ എടുത്തോണ്ട് പോയവരെ ഉറപ്പായും പിടികൂടണം എന്ന് പറയാൻ കേട്ടോ നന്ദു. തുടർന്ന് കൃഷ്ണമൂർത്തി അങ്ങോട്ടേക്ക് വരികയാണേ. ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അയാൾക്കും വളരെ സങ്കടമാവുകയാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഈ ഓർഡർ നിങ്ങൾക്കായിട്ട് തന്നത്. എനിക്ക് ഇന്ന് ആ ഓർഡർ കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയണേ. നിങ്ങൾ എന്തായാലും എനിക്ക് ആ പ്രതിമകളൊക്കെ കണ്ടുപിടിച്ച് തന്നെ പറ്റൂ എന്ന് തന്നെ പറയാണ് കേട്ടോ. അങ്ങനെ ഇയാളിങ്ങനെ അപേക്ഷിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ആദർശ് ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ എങ്ങനെയാണ് അവർ വന്നത്, അവർ വാനില മോനെ വന്നതെന്ന് പറയണേ. അപ്പോൾ ആദർശ് വരുമ്പോൾ ആദർശ് ഈ വണ്ടികൾ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പം നയനയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നയന നമ്മൾ വരുമ്പോൾ 2 വണ്ടികൾ നമ്മളുടെ സൈഡിൽ കൂടി പാസ് ചെയ്തത് ഓർക്കുന്നില്ലേ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. ഈ ടെൻഷൻ്റെ ഇടയിൽ അതൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറയാം കേട്ടോ ആദർശിനോട്. ആ വണ്ടി പോകുമ്പോൾ ടാർപ്പായ കൊണ്ട് മൂടിയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ പ്രതിമകൾ കാണാതിരുന്നത്. ഞാനൊരു വണ്ടിയുടെ നമ്പർ കണ്ട പോലെ തോന്നി എന്ന് പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ ഓർക്കുമ്പോൾ ആദർശിന് കറക്റ്റായിട്ട് വരികയാണ് കേട്ടോ നമ്പർ ഓർമ്മയിൽ. ആ നമ്പർ എന്തായാലും ഞാൻ പോലീസിനെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്, ആരും ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് അവരൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.